ആണ് നിങ്ങൾക്ക് ചെയ്തത് എന്ന് നിങ്ങൾ അറിയുന്നുവോ? നിങ്ങൾ എന്നെ ഗുരു എന്നും കർത്താവ് എന്നും വിളിക്കുന്നു. ഈശോയിലെ നമുക്കെല്ലാവർക്കും ഏറെ പ്രിയങ്കരനായിട്ടുള്ള നമ്മുടെ വികാരിച്ചൻ പെരിയ ബഹുമാനപ്പെട്ട ഡേവീസ് പുലിക്കോട്ടിലച്ച, സ്നേഹമുള്ള കൊച്ചച്ചന്മാരെ, ഏറെ ബഹുമാന്യരായിട്ടുള്ള ബഹുമാനപ്പെട്ട സിസ്റ്റേഴ്സ്, സഹോദരി സഹോദരങ്ങളെ, പിതാവിന് ഏറ്റവും വാത്സല്യമുള്ള സ്നേഹമുള്ള പിതാവിൻ്റെ പൊന്നു കുഞ്ഞു മക്കളെ, നമ്മുടെ ക്രൈസ്തവ ജീവിതത്തിലെ ഏറ്റവും വികാരസാന്ദ്രമായിട്ടുള്ള ദിവസങ്ങളാണ് നാം ഇന്ന് സമാരംഭിക്കുന്നത്. പെസഹ വ്യാഴാഴ്ചയിലെ തിരുക്കർമ്മങ്ങൾ നിങ്ങൾ പരിശോധിച്ചാൽ പ്രധാനമായിട്ടും 4 കാര്യങ്ങളാണ് സഭ നമ്മെ ഓർമ്മപ്പെടുത്തുന്നത്. ഒന്നാമതായിട്ട് കർത്താവ് തൻ്റെ മേലങ്കി അഴിച്ചു മാറ്റി അരയിലൊരു കച്ച ചുറ്റി ഒരു അടിമയെപ്പോലെ തൻ്റെ ശ്രേഷ്ഠരായ ശിഷ്യന്മാരുടെ പാദങ്ങൾ കഴുകുന്നു. ഈ സുവിശേഷ പ്രസംഗത്തിന് ശേഷം കർത്താവിൻ്റെ കാലുകഴുകൽ ശുശ്രൂഷയെ ഓർമ്മപ്പെടുത്തിക്കൊണ്ട് നമ്മുടെ ഇളം തലമുറയുടെ 12 പേരുടെ കാലുകൾ നമ്മൾ കഴുകുകയാണ്. പെസഹ വ്യാഴാഴ്ച നമ്മെ ഓർമ്മപ്പെടുത്തുന്ന രണ്ടാമത്തെ കാര്യം, കർത്താവ് തൻ്റെ സാന്നിധ്യം നമ്മോടുകൂടെ എന്നും ഉണ്ടാകാനായിട്ട് സ്നേഹത്തിൻ്റെ മഹാത്ഭുതമായിട്ടുള്ള പരിശുദ്ധ കുർബാന സ്ഥാപിക്കുന്നു. പരിശുദ്ധ കുർബാനയേക്കാൾ വലിയൊരു ദാനം ഈശോയ്ക്ക് നമുക്ക് തരാനില്ല. ഇന്ന് പരിശുദ്ധ കുർബാനയുടെ സ്ഥാപനത്തിൻ്റെ ഓർമ്മ പെരുന്നാളാണ്. മൂന്നാമതായിട്ട് പരിശുദ്ധ കുർബാന ഈ ലോകത്തിലെ തുടരാനായിട്ട് നമ്മൾ ഒന്നിച്ചു കൂടുമ്പോൾ കർത്താവിൻ്റെ ഓർമ്മ പരിശുദ്ധ കുർബാനയിലൂടെ ഈ ലോകത്തിലെ തുടരാൻ ഈശോ പാപികളും ബലഹീനരുമായിട്ട് തൻ്റെ ശിഷ്യന്മാരെ പൗരോഹിത്യത്തിൻ്റെ കൈവെപ്പിലൂടെ സ്ലീഹന്മാരുടെ ഗണത്തിലേക്ക് ഉയർത്തുന്നു. അതുകൊണ്ട് തന്നെ പെസഹ വ്യാഴാഴ്ച പൗരോഹിത്യ സ്ഥാപനത്തിൻ്റെ ദിനമാണ്. അത് പുരോഹിതന്മാർക്ക് വേണ്ടി പ്രാർത്ഥിക്കാനുള്ള, പുരോഹിതന്മാരുടെ കുറവുകൾക്ക് പരിഹാരമനുഷ്ഠിക്കാനുള്ള, അവരുടെ നന്മയിൽ അവരെ വളർത്താനായിട്ട് ദൈവജനം തമ്പുരാന്റെ തിരുമുൻപിലെ കണ്ണുനീരോടുകൂടെ പ്രാർത്ഥിക്കുന്ന ദിവസമാണ്. നാലാമതായിട്ട് നിങ്ങൾക്കറിയാം, ഇന്നത്തെ സുവിശേഷം അവസാനിക്കുന്നത് ഒരു പ്രത്യേക പ്രയോഗം കൊണ്ടാണ്. അവരൊരു സ്തോത്രഗീതം ആലപിച്ച് ഒലിവ് മലയിലേക്ക് പോയി. ഈശോയുടെ ഗെത്സമനിലെ പ്രാർത്ഥനയാണ്. ഇന്നത്തെ ദിവസം മുഴുവൻ നമ്മുടെ ക്രൈസ്തവ ദേവാലയങ്ങളിലെ പരിശുദ്ധ കുർബാനയുടെ മുൻപിലെ ജനങ്ങൾ മുട്ടുകുത്തുകയാണ്. ഗെത്സമനിലെ കർത്താവ് നടത്തിയ പ്രാർത്ഥന നമ്മുടെ ജീവിതത്തിൽ നമ്മൾ തുടരുകയാണ്. ദൈവം നൽകിയ അനുഗ്രഹങ്ങൾക്ക് നന്ദി പറയാൻ, നമ്മുടെ ജീവിതത്തിൻ്റെ പരാജയങ്ങൾ, പാളിച്ചകളിലെ മാപ്പ് ചോദിക്കാൻ, തുടർന്ന് നമ്മുടെ ജീവിതങ്ങളിൽ വിശുദ്ധിയുടെ വഴിയിലൂടെ നടക്കാനുള്ള വലിയ കൃപയ്ക്ക് വേണ്ടി. സ്നേഹമുള്ളവരെ, പുതിയൊരു മാർപ്പാപ്പ നമുക്ക് ദൈവത്താൽ നൽകപ്പെട്ടിരിക്കുകയാണ്. എല്ലാ കണക്കുകൂട്ടലുകളെയും തെറ്റിച്ചാണ് ഈ മാർപ്പാപ്പ കടന്നു വരുന്നത്. മാർപ്പാപ്പയായിട്ട് തെരഞ്ഞെടുക്കാൻ സാധ്യതയുള്ളവരുടെ
ഷോർട്ട് ലിസ്റ്റിലെ 7 അയലക്കത്ത് പോലും പേരില്ലാത്ത ഒരു പാവപ്പെട്ട മനുഷ്യൻ. അദ്ദേഹം തെരഞ്ഞെടുക്കപ്പെട്ട് കഴിഞ്ഞപ്പോൾ എല്ലാവർക്കും അത്ഭുതമായിരുന്നു. നിങ്ങളൊരു പക്ഷേ ചാനലുകൾ ശ്രദ്ധിച്ചാൽ കാണാം, മാർപ്പാപ്പയുടെ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞിട്ട് ഈ വൃത്താന്തം ലോകത്തെ അറിയിക്കുവാനായിട്ട് വന്ന കമർലിംഗോ, ഫ്രാൻസിലെ കർദിനാള്, പത്രോസിന്റെ മട്ടുപ്പാവിൽ നിന്നിട്ട് മാർപ്പാപ്പയുടെ പേര് പറഞ്ഞപ്പോ ചാനലുകള് അന്തം വിട്ടുപോയി. കാരണം അവർക്ക് ആർക്കും അറിയുന്ന പേരല്ല. ഒരു നിമിഷത്തെ നിശബ്ദതയ്ക്ക് ശേഷമാണ് ചാനലുകൾ ഈ പേര് തപ്പിപ്പിടിച്ചത്. ആരും പ്രതീക്ഷിക്കാത്ത ഒരു മാർപ്പാപ്പ. പക്ഷെ ഈ മാർപ്പാപ്പയുടെ എന്താ പ്രത്യേകത? ഈ മാർപ്പാപ്പ സഭയുടെ മേൽപ്പെട്ട സ്ഥാനത്തിന്റെ പട്ടുവസ്ത്രം ഊരിവെക്കുകയാണ്. പെസഹായ്ക്ക് കർത്താവ് ചെയ്ത അതേ നിലപാട് സഭ തുടരണമെന്ന് നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്. ഞാൻ ഇന്നലെ വെറുതെ വത്തിക്കാന്റെ വെബ്സൈറ്റിലെ മാർപ്പാപ്പയെ കുറിച്ചുള്ള വിവരങ്ങൾ ചോദിച്ച് അന്വേഷിച്ചു. മാർപ്പാപ്പ ഇപ്പോഴും തനിക്ക് കർദിനാളായിട്ട് വന്നപ്പോൾ താമസിക്കാൻ കൊടുത്തിരുന്ന വത്തിക്കാന്റെ ഹോസ്റ്റലിലെ മുറി വിട്ടിട്ടില്ല. മാർപ്പാപ്പയുടെ വത്തിക്കാൻ കൊട്ടാരത്തിന്റെ റിപ്പയറുകളെല്ലാം കഴിഞ്ഞു. മാർപ്പാപ്പ ഇന്ന് വരെ അങ്ങോട്ട് പോയിട്ടില്ല. മാർപ്പാപ്പ താൻ താമസിക്കുന്ന മർത്തായുടെ നാമത്തിലുള്ള ഹോസ്റ്റലിലെ തുടരുകയാണ്. മാർപ്പാപ്പ പറഞ്ഞു, ഇത്ര ഭീമാകാരമായിട്ടുള്ള ഈ കൊട്ടാരം എനിക്ക് എന്തിനാണ്? കാലിത്തൊഴുത്തിലെ പിറന്നവൻ, കാൽവരിയിലും മരിച്ചവൻ, അവന്റെ സഭ നടക്കേണ്ട വഴികള് ഇതാണോ? ഒരുപക്ഷെ ഈ കാലുകഴുകൽ ശുശ്രൂഷ ഒരു അടയാള നക്ഷത്രമാണ് പ്രിയമുള്ളവരെ. പൂജരാജാക്കന്മാര് വന്നപ്പോൾ ഒരു നക്ഷത്രം ആകാശത്ത് കണ്ടു. ആ നക്ഷത്രം കാണിച്ച വഴിയിലൂടെ രാജാക്കന്മാർ നടന്നു. ഇടയ്ക്ക് വെച്ച് അവർക്ക് വഴി തെറ്റി. അവർ ഹെറോദോസിന്റെ കൊട്ടാരം തെറ്റിദ്ധരിച്ച് അകത്ത് കയറി. അവർ ഹെറോദോസിനെ കണ്ടു. രാജപുത്രൻ ഇവിടെയാണ് ജനിച്ചത് എന്ന് ചോദിച്ചു. അടയാള നക്ഷത്രം അവർക്ക് നഷ്ടപ്പെട്ടു. വീണ്ടും അവർ പുറത്ത് കിടന്ന് നക്ഷത്രം കണ്ട വഴിയിലൂടെ നടന്നു. അതവർക്ക് എത്തിച്ചത് കാൽവരി ബെത്ലഹേമിലാണ്, കന്നുകാലികളുടെ നടുവിലാണ്, പുൽത്തൊഴുത്തിലാണ്. ഒരുപക്ഷെ സഭ ഇന്ന് നടക്കേണ്ട വഴികള് തെറ്റാൻ പാടില്ലെന്ന് ഈ കാലുകഴുകൽ നമ്മെ ഓർമ്മപ്പെടുത്തുന്നു. ഞാനും നിങ്ങളൊക്കെ ഇന്ന് ഹെറോദോസിന്റെ കൊട്ടാരങ്ങളിലെ കർത്താവിനെ അന്വേഷിക്കുന്നവരാണ്. നമുക്ക് വഴികൾ തിരുത്താൻ ഈ കാലുകഴുകൽ ശുശ്രൂഷ ഓർമ്മപ്പെടുത്തട്ടെ. നമ്മുടെ ഇടവകയിൽ നമുക്കറിയാം ധാരാളം അഭ്യസ്ത വിദ്യരുണ്ട്. മസ്തിഷ്കം നിറയെ ബുദ്ധി കൊണ്ട് ഈ ലോകത്തെ വെട്ടിപ്പിടിക്കുന്ന ധാരാളം അഭ്യസ്ത വിദ്യരുള്ള ഒരു നാടാണ് നമ്മുടേത്. വലിയ ഡോക്ടർമാര്, എഞ്ചിനീയർമാര്, വലിയ കച്ചവടക്കാര്. ഒരുപക്ഷെ ഈ ഊരിവെക്കുന്ന മേലങ്കി എൻ്റെ തലക്കനമാകണം, എൻ്റെ ധനക്കനമാകണം, എൻ്റെ അധികാരത്തിൻ്റെ കനമാകണം. ഞാൻ ചിലപ്പോഴൊക്കെ ചിന്തിക്കാറുണ്ട്, തൃശ്ശൂർ അതിരൂപതയുടെ സഹായമെത്രാൻ എന്ന നിലയിൽ നമ്മുടെ അതിരൂപതയിലെ 360 അച്ഛന്മാരുടെ മേലും എനിക്ക് അധികാരമുണ്ട്. ഈ മേൽക്കോയ്മ കൊണ്ടാണോ ഞാൻ ഈ അതിരൂപത ഭരിക്കേണ്ടത്? അല്ലെന്ന് നമ്മൾ തിരിച്ചറിയണം. ഈ മേൽപ്പട്ടക്കാരന്റെ മേലങ്കി, ധനവാന്റെ വലിയ പട്ടുകുപ്പായം, അഭ്യസ്ത വിദ്യന്റെ തലക്കനത്തിന്റെ കിരീടം, അതെന്നാണോ നമ്മൾ അഴിച്ചു വെക്കാൻ പഠിക്കുന്നത്, അന്നാണ് പെസഹായുടെ രഹസ്യങ്ങള് നമ്മൾ ആരംഭിക്കുന്നത്. നിങ്ങൾ ചിലപ്പോഴൊക്കെ വീട്ടിൽ പറയാറില്ലേ, ഒരക്ഷരം മിണ്ടിപ്പോകരുത്, നീ അവിടെ മിണ്ടാതെ അടുക്കളയിൽ നിന്നാ മതി. പക്ഷെ അധികാരത്തിന്റെ ഈ വലിയ കനമുണ്ടല്ലോ, അതെന്നാണോ ഉരുകി വെള്ളമാകുന്നത്, ഈ മഞ്ഞുകട്ട എന്നാണ് ഉരുകുന്നത്, അന്നാണ് കർത്താവിന്റെ പെസഹ രഹസ്യം.
ഞാനതുകൊണ്ട് നിങ്ങളോടൊക്കെ പറയും, നിങ്ങൾ വീട്ടിൽ ചെന്നിട്ട് ഭാര്യയെയും മക്കളെയൊക്കെ വിളിച്ചിരുത്തിയിട്ട് അവിടെ കാലുകൾ കഴുകണം. നമുക്ക് ഒരു പുതിയ വഴിയിലൂടെ യാത്ര ചെയ്യാൻ പഠിക്കണം. ഒരുപക്ഷെ ഇന്ന് നമ്മുടെ സമൂഹത്തെ നയിക്കുന്നത് തലക്കനമാണ്. നമ്മെ നയിക്കുന്നത് ഒരുപാട് ധനത്തിന്റെ ധാർഷ്ട്യമാണ്. നമ്മെ നയിക്കുന്നത് നമ്മുടെ അധികാരത്തിന്റെ ചെങ്കോലാണ്. കർത്താവ് നമ്മെ ഓർമ്മപ്പെടുത്തുന്നു, ഇത് മാറ്റിവെക്കുക. ഇവിടെയൊന്നും കർത്താവില്ല എന്ന് നമ്മെ ഓർമ്മപ്പെടുത്തുന്നു കർത്താവ് പരിശുദ്ധ കുർബാന സ്ഥാപിച്ചു. പരിശുദ്ധ കുർബാനയുടെ ഏറ്റവും വലിയ അന്തസത്ത എന്താ? പരിശുദ്ധ കുർബാനയെ കുറിച്ച് പറയുന്നത് അത് സ്നേഹത്തിന്റെ സാന്നിധ്യമാണ്. ഇറ്റ് ഈസ് ദ പ്രസൻസ് ഓഫ് ലവ്. ഇന്ന് നമ്മുടെ നാട്ടില് നമ്മൾ നേടിയിട്ടുള്ള പുരോഗതി മുഴുവൻ ദൂരത്തെ കീഴടക്കാനുള്ള കഴിവാണ്. ഇന്ന് ദൂരത്തെ മനുഷ്യൻ കൈവെള്ളയ്ക്കുള്ളിൽ ഒതുക്കിക്കഴിഞ്ഞു. ഡിസ്റ്റൻസ് ഈസ് ബീയിങ് കോൺകേർഡ്. ഇന്ന് അകലം പ്രശ്നമല്ല. ഞാൻ ഇന്നലെ രാത്രി കോഴിക്കോട്ട് നിന്ന് 2.5 മണിക്കൂർ കൊണ്ട് തൃശ്ശൂരെത്തി. പറക്കുകയാണ് വണ്ടി. പണ്ട് ചാലക്കുടിക്ക് പോകണമെങ്കിൽ നമുക്ക് 1 മണിക്കൂർ മിനിമം വേണം. ഇന്ന് 20-25 മിനിറ്റ് ഉണ്ടെങ്കിൽ ചാലക്കുടി നമ്മുടെ കൈവെള്ളക്കകത്താണ്. മാൻ ഹാസ് കോൺകേർഡ് ഡിസ്റ്റൻസ്. എൻ്റെ ഈ പോക്കറ്റിൻ്റെ അകത്ത് മൊബൈലുണ്ട്. നിങ്ങളതറിയുന്നില്ല. നിങ്ങളുടെ കയ്യിലൊക്കെ 2-3 മൊബൈലുണ്ട്. ഞാനും നിങ്ങളും ഇന്ന് ഈ ലോകത്തിന്റെ അതിർത്തികൾ മൊബൈലിലൂടെ സഞ്ചരിക്കുന്നവരാ. നിങ്ങളുടെ മക്കളെ നിങ്ങൾക്ക് ഇവിടെ ഇരുന്ന് എൻ്റെ പ്രസംഗം കേൾപ്പിക്കാം. ടെലിവിഷൻ ചാനലുകൾ, നമ്മുടെ കുഞ്ഞു പിള്ളേർ കമ്പ്യൂട്ടറിന്റെ വിരൽത്തുമ്പുകളിലാണ്. അവിടെ വിരൽത്തുമ്പുകളിലെ ഈ ലോകത്തിന്റെ എല്ലാ അതിർത്തികളും അവരെ കീഴടക്കുന്നവരാണ്. പക്ഷെ അറിയുക, ഞാനും നിങ്ങളും മനുഷ്യബന്ധങ്ങളുടെ ഊഷ്മളത നഷ്ടപ്പെട്ട ഒരു ലോകത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. മനുഷ്യൻ ബന്ധങ്ങൾക്ക് ഇന്ന് വില കൽപ്പിക്കുന്നില്ല. ഒരാൾക്കൂട്ടത്തിന്റെ നടുവിലാണ് നമ്മൾ ജീവിക്കുന്നത്. നമുക്കെല്ലാവർക്കും ഓർമ്മക്കുറവാണ്. മാതാപിതാക്കൾക്ക് മക്കളുടെ കൂടെ ഇരിക്കാൻ സമയമില്ല. പ്രായം ചെന്ന മാതാപിതാക്കളെ നോക്കാൻ മക്കൾക്ക് സമയമില്ല. സമയക്കുറവിന്റെ ഈ ലോകത്തിലെ ഈശോ നമ്മോട് ഈ കുർബാനയിൽ പറയുന്ന ഒരു സത്യമുണ്ട്. ഞാൻ നിങ്ങളോടുകൂടെ എന്നും വസിക്കും. ഞാൻ നിങ്ങളെ അനാഥരായിട്ട് വിടുകയില്ല. ഞാൻ നിങ്ങൾക്ക് കൂട്ടിനുണ്ട്. ഞാൻ നിങ്ങൾക്ക് സ്വന്തമാണ്. നിങ്ങളുടെ അധ്വാനങ്ങൾ, നിങ്ങളുടെ ഭാരങ്ങൾ നിങ്ങൾ എൻ്റെ പക്കൽ കൊണ്ടുവരിക. ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കും. നോക്കു പ്രിയമുള്ളവരെ, പരിശുദ്ധ കുർബാന നമ്മെ ഓർമ്മപ്പെടുത്തുന്ന ഒരു സംസ്കാരമുണ്ട്. കൂട്ടിനിരിക്കാൻ വിളിക്കപ്പെട്ടവരാണ് ഞാനും നിങ്ങളും. എൻ്റെയും നിങ്ങളുടെയും ജീവിതം എന്ന് പറയുന്നത് കൂട്ടിനിരിക്കാനുള്ള വിളിയാണ്. ഭാര്യ ഭർത്താവിന്, ഭർത്താവ് ഭാര്യയ്ക്ക്, മാതാപിതാക്കൾ മക്കൾക്ക്, വികാരിച്ചന്മാര് ദൈവജനത്തിന്. ഒരുപക്ഷെ പരിശുദ്ധ പിതാവ് പെസഹ വ്യാഴാഴ്ചയിലെ സാർവത്രിക സഭയോടുള്ള അദ്ദേഹത്തിന്റെ സന്ദേശത്തിൽ പറഞ്ഞു, പെസഹ വ്യാഴം നമ്മെ ഓർമ്മപ്പെടുത്തുന്ന ഒരു വെല്ലുവിളിയുണ്ട്. സംലപ്തതയുടെ വെല്ലുവിളി, അവൈലബിലിറ്റി. ഞാനും നിങ്ങളും പരസ്പരം സംലപ്തരാകട്ടെ. കുഞ്ഞുങ്ങൾക്ക് വേണ്ടി മാതാപിതാക്കള്, മക്കള് മാതാപിതാക്കൾക്ക് വേണ്ടി, വൈദികര് ദൈവജനത്തിന് വേണ്ടി. ഇന്ന് ഞാനും നിങ്ങളും കെട്ടുന്ന മതിലുകള് നമ്മുടെ വീടിന് ചുറ്റുമല്ല, നമ്മുടെ ഹൃദയത്തിന് ചുറ്റുമാണ്. ഞാൻ നിങ്ങൾ അനാഥരായിട്ട് വിടുകയില്ല. ലോകാവസാനത്തോളം ഞാൻ നിങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കും. ഞാൻ നിങ്ങൾക്ക് കൂട്ടിനുണ്ട്. നിങ്ങളുടെ ഭാരങ്ങൾ, വേദനകൾ നിങ്ങൾ കൊണ്ടുവരിക. ഞാൻ ഈ പുത്തമ്പള്ളി എന്നും ഇഷ്ടപ്പെടുന്നത് എൻ്റെ സ്വന്തം വീട്ടുപള്ളി ആയതുകൊണ്ടല്ല, ഞാൻ ഈ ഇടവക്കാരനായതുകൊണ്ടല്ല. ഈ പള്ളിയെ ഞാൻ എന്നും ഇഷ്ടപ്പെടുന്നത് ഒറ്റ കാരണം കൊണ്ടാണ്. ആനവാതുക്കൽ നിന്ന് നിങ്ങൾ അൾത്താരയിലേക്ക് നോക്കിയാലേ മറിയത്തിന്റെ മടിയിൽ കിടക്കുന്ന ഈശോ, അതൊരു രൂപമായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. അതൊരു ഇറ്റ്സ് നോട്ട് നിയർ എ സ്റ്റാച്യു. അത് ഇവിടുത്തെ മനുഷ്യ ജീവിതത്തെ താങ്ങുന്ന കരങ്ങളായിട്ടാണ് ഞാൻ കണ്ടിരിക്കുന്നത്. നിങ്ങളുടെ ദുഃഖങ്ങൾ, നിങ്ങളുടെ സങ്കടങ്ങൾ, നിങ്ങളുടെ തകർച്ചകൾ, നിങ്ങളുടെ വേദനകൾ അത് ഏറ്റെടുക്കുന്ന ഒരു തമ്പുരാൻ ഈ കുർബാനയ്ക്കകത്തുണ്ടെന്ന്
നിങ്ങൾ മറക്കരുത്. പുത്തൻപള്ളി നമുക്കറിയാം, ഈ പള്ളി ഒരു കുഞ്ഞു പള്ളിയാണ്. കുഞ്ഞു പള്ളി എന്ന് ഞാൻ പറഞ്ഞത് ഇതിന്റെ വലുപ്പത്തിന്റെ കുറവ് കൊണ്ടല്ല. നമുക്കറിയാം, നമ്മുടെ ചെറുപ്പകാലത്ത് ഈ പള്ളിയിൽ ആളുകളുണ്ട്, പക്ഷെ ഇത് നിറയ്ക്കാനായിട്ട് നമ്മൾ കഷ്ടപ്പെട്ടിരുന്നു. പക്ഷേ നമ്മുടെ അതിരൂപത പരിശുദ്ധ കുർബാനയുടെ ആരാധന തുടങ്ങിയ ദിവസം തുടങ്ങി ഈ പള്ളിയുടെ ചക്രവാളങ്ങൾ നിങ്ങൾ മാറി. ഈ പള്ളി മാറ്റിമറച്ചത് ഇവിടുത്തെ അച്ഛന്മാരുടെ പ്രാഗൽഭ്യം കൊണ്ടോ പുത്തൻപള്ളിക്കാരുടെ പണത്തിന്റെ കൊഴുപ്പ് കൊണ്ടോ ഒന്നുമല്ല. ഈ പള്ളി വലിയ തീർത്ഥാടന കേന്ദ്രമായത് ഈ പള്ളിയുടെ പിറകിൽ പരിശുദ്ധ കുർബാന ആരംഭിച്ചപ്പോഴാണ്. ഈ പരിശുദ്ധ കുർബാനയിലെ എന്റെയും നിങ്ങളുടെയും ദുഃഖങ്ങൾ ഏറ്റെടുക്കുന്ന ഒരു കർത്താവുണ്ടെന്ന് ഞാനും നിങ്ങൾ ഓർമ്മിക്കുക. ഞാൻ ചിലപ്പോഴൊക്കെ ഇവിടെ വരുമ്പോൾ ഈ പള്ളിയിൽ എത്തി നോക്കാറുണ്ട്. എത്രയോ ചെറുപ്പക്കാരെ, എത്രയോ മനുഷ്യരെ വഴിപോക്കരെ, എത്രയോ മനുഷ്യർ അർദ്ധപ്പട്ടിണിക്കാരെ, കടബാധ്യത കൊണ്ട് പുറത്തിറങ്ങിയാല് മാഫിയ സംഘങ്ങൾ വേട്ടയാടുമെന്ന് പേടിച്ചിട്ട് ഈ അൾത്താരയ്ക്ക് താഴെ കുത്തിയിരിക്കുന്നത്, കല്യാണം കഴിഞ്ഞിട്ട് മക്കളില്ലാത്തവരെ, രോഗബാധിതകൾ കൊണ്ട് കഷ്ടപ്പെടുന്നവരെ. പരിശുദ്ധ കുർബാന കൂട്ടിനിരുന്നവന്റെ കൂദാശയാണ്. ഞാനും നിങ്ങളും ഈ കൂദാശയിലെ നമ്മുടെ ജീവിതത്തിനൊരു കൂട്ട് കണ്ടെത്തണം. മാത്രമല്ല, നമ്മുടെ ജീവിതം മറ്റുള്ളവർക്ക് കൂട്ടാക്കി മാറ്റാൻ നമുക്ക് കഴിയണം. പരിശുദ്ധ കുർബാന എന്നെയും നിങ്ങളെയും ഓർമ്മപ്പെടുത്തുന്ന ഒരു മഹാരഹസ്യമുണ്ട്. ആ രഹസ്യം എന്താണെന്നറിയാമോ? മുറിക്കുന്നതാണ് കുർബാന. അവൻ അപ്പം എടുത്തുയർത്തി വാഴ്ത്തി മുറിച്ചുകൊണ്ട് അവർക്ക് പങ്കിട്ട് കൊടുത്തുകൊണ്ട് പറഞ്ഞു, ഇതെന്റെ ശരീരമാണ്, നിങ്ങൾ വാങ്ങി ഭക്ഷിക്കുവിൻ. അവൻ പാനപാത്രം എടുത്ത് ഉയർത്തി കാണിച്ചിട്ട് പറഞ്ഞു, ഇതെന്റെ രക്തമാണ്, നിങ്ങൾ വാങ്ങി കുടിക്കുവിൻ. സ്നേഹമുള്ളവരെ, ഈ പള്ളിക്കകത്ത് നടക്കുന്ന കുർബാന പഴയ നിയമമാണ്. ഈ പള്ളിക്ക് പുറത്ത് നടക്കുന്ന എന്റെയും നിങ്ങളുടെ ജീവിതമുണ്ടല്ലോ, അതാണ് പുതിയ നിയമം. കത്തോലിക്ക സഭ ഒരു വിശുദ്ധനെ അൾത്താരയിലേക്ക് ഉയർത്താൻ ഒരുങ്ങുകയാണ്. ഓസ്കാർ റൊമാരോ. അദ്ദേഹം എൽ സാൽവദോർ എന്ന് പറയുന്ന ലാറ്റിൻ അമേരിക്കൻ രാജ്യത്തിലെ സാൻ സാൽവദോർ എന്ന അതിരൂപതയുടെ മെത്രാനാണ്. അദ്ദേഹം അതിരൂപതയിലെ മെത്രാപ്പൊലിത്തയായിട്ട് ഭരണമേൽക്കുമ്പോൾ സാൻ സാൽവദോറിലെ ഏറ്റവും പാവപ്പെട്ടവരുടെ ഒരു രൂപതയാണ്. വളരെ ഫലഭൂയിഷ്ടമായിട്ടുള്ള രാജ്യമാണ് സാൻ സാൽവദോർ. പക്ഷെ അവിടുത്തെ സ്വത്ത് മുഴുവൻ 5% ധനവാന്മാർ അടക്കി ഒതുക്കി വെച്ചിരിക്കുകയാണ്. ഈ പിതാവ് പറഞ്ഞത് സത്യമായിട്ട് നീതിയല്ല. നിങ്ങളെ സ്വത്തിന്റെ ഉടമസ്ഥരല്ല, നിങ്ങൾ സൂക്ഷിപ്പുകാരാണ്. ഓസ്കാർ റൊമാരോ പറഞ്ഞു, ഉപമ ഇതാണ്, ബാങ്കിലെ കാഷ്യറെ പോലെയാണ് ഞാനും നിങ്ങളും. എന്റെയും നിങ്ങളുടെ ഈ സ്വത്ത് ആ പണപ്പെട്ടിയുടെ ഉടമസ്ഥൻ തമ്പുരാനാ, അതിന്റെ സൂക്ഷിപ്പുകാരാണ് നിങ്ങൾ. അതവിടുത്തെ ധനാഢ്യ വർഗത്തിന് ഇഷ്ടക്കുറവുണ്ടാക്കി. അവര് പിതാവിനോട് പറഞ്ഞു, പിതാവിനെ നക്കാപ്പിച്ച് എന്തെങ്കിലും സംഭാവന വേണമെങ്കിൽ പറഞ്ഞേക്കാം, ഞങ്ങൾ തന്നേക്കാം. പിതാവ് ആവശ്യമില്ലാതെ ഞങ്ങളെ പ്രകോപിപ്പിക്കരുത്. പിതാവ് പറഞ്ഞു, ഇല്ല, ഞാൻ സമ്മതിക്കയില്ല. ഇത് പാവങ്ങൾക്ക് വേണ്ടി വെച്ചു വിളമ്പാൻ തമ്പുരാൻ നിങ്ങൾക്ക് നൽകിയത്. നിങ്ങളുടെ ബുദ്ധി, നിങ്ങളുടെ സാമ്പത്തിക സുസ്ഥിതി, നിങ്ങളുടെ കഴിവുകൾ, ഇതെല്ലാം തമ്പുരാന്റെ ദാനമാണ്. അദ്ദേഹത്തോട് എതിർപ്പുള്ളവരെ, അദ്ദേഹം പരിശുദ്ധ കുർബാന അർപ്പിച്ചുകൊണ്ടിരിക്കുന്ന വേളയിലെ 948 മാർച്ച് മാസം 25 മംഗളവാർത്ത പെരുന്നാളിന് അദ്ദേഹം പരിശുദ്ധ കുർബാന അർപ്പിക്കുമ്പോഴും തൂണിന്റെ ഒളിവിൽ മറഞ്ഞു നിന്നുകൊണ്ട് അദ്ദേഹത്തിന്റെ നെഞ്ചിന് താഴെ കാഞ്ചു വലിച്ചു. 4 ഉണ്ടകൾ നെഞ്ചിന് താഴെ തറഞ്ഞു കയറി അദ്ദേഹം ആൾത്താരിൽ മറഞ്ഞു വീണു. അദ്ദേഹം ആശീർവദിച്ച ശരീരരക്തങ്ങളിലെയും അദ്ദേഹത്തിന്റെ ഹൃദയരക്തം കൊണ്ട് മുദ്രണം ചെയ്തു. അദ്ദേഹം മരിക്കുന്നതിന് മുൻപ് അൾത്താരിൽ പറഞ്ഞൊരു അവസാനത്തെ വാചകമുണ്ട്. അതെന്താണെന്നറിയാമോ? ഇന്നലെ വരെ നിങ്ങളുടെ മെത്രാൻ അപ്പവും വീഞ്ഞും കൊണ്ട് നിങ്ങൾക്ക് കുർബാന ചൊല്ലി, ഇന്ന് സ്വന്തം രക്തം കൊണ്ട് ഞാൻ എൻ്റെ കുർബാന പൂർത്തിയാക്കുന്നു. പരിശുദ്ധ കുർബാന എന്ന് പറയുന്നത് ഈ അൾത്താരയ്ക്ക് ചുറ്റും അടയാളങ്ങൾ ആഘോഷിക്കുന്നതല്ല. ഈ അടയാളങ്ങളിൽ നിന്ന് യാഥാർത്ഥ്യങ്ങളിലേക്കുള്ള ഒരു യാത്രയുണ്ട്. അതാണ് ഇന്നത്തെ സുവിശേഷം പറഞ്ഞത്. ഒരു സ്തോത്രഗാനം ആലപിച്ചുകൊണ്ട്
അവർ സഹിയോൻ മാളിക വിട്ട് ഒലിവ് മലയിലേക്ക് യാത്ര പോയി. ആ യാത്ര പിന്നെ അവസാനിച്ചത് കാൽവരിയിലെ കുരിശുമരണത്തിലാണ്. പിതാവ്, എല്ലാം പൂർത്തിയായി. ഓർക്കുക സഹോദരങ്ങളെ, പരിശുദ്ധ കുർബാന ഉൾക്കൊള്ളാനുള്ളതല്ല, അത് ജീവിതം കൊണ്ട് യാഥാർത്ഥ്യമാക്കാനാണ്. ഞാനും നിങ്ങളും ജീവിതത്തിൻ്റെ മേഖലകളിലെ പരിശുദ്ധ കുർബാന തുടരണം. പരിശുദ്ധ കുർബാന തുടരുന്നത് എങ്ങനെയാ? ജീവിതം കൊണ്ട് പരിശുദ്ധ കുർബാന അർപ്പിക്കുമ്പോഴും നിങ്ങളുടെ ശരീരങ്ങള്, രക്തങ്ങള്, നിങ്ങളുടെ സമ്പത്ത്, നിങ്ങളുടെ സൗകര്യങ്ങള്, നിങ്ങളുടെ വിലപ്പെട്ടത് അത് നിങ്ങളുടെ സഹോദരങ്ങളുമായിട്ട് പങ്കുവെക്കാൻ ഞാനും നിങ്ങളും പഠിക്കുമ്പോഴും അത് പരിശുദ്ധ കുർബാനയാകും. പരിശുദ്ധ കുർബാന ഉയർത്തി മുറിച്ച് ജനങ്ങൾക്ക് കൊടുത്തിട്ട് ഈശോ പറഞ്ഞ വാചകം എന്താണ്? നിങ്ങൾ ഒന്നിച്ചു കൂടുമ്പോൾ എൻ്റെ ഓർമ്മയ്ക്കായി ഇത് ചെയ്യുവിൻ. എൻ്റെ ഓർമ്മ നിങ്ങൾ കൊണ്ടാടേണ്ടത് എങ്ങനെയാണ്? നിങ്ങളത് കൊണ്ടാടേണ്ടത് നിങ്ങളുടെ ജീവിതങ്ങൾ പരിശുദ്ധ കുർബാന പോലെ മറ്റുള്ളവർക്ക് നൽകിക്കൊണ്ട്. നമുക്ക് പ്രാർത്ഥിക്കാൻ പ്രിയമുള്ളവരെ, പെസഹ നമ്മുടെ മുൻപിൽ ഉയർത്തുന്ന ചോദ്യങ്ങളുണ്ട്. ഇത് ആണ്ടുവട്ടത്തിലെ ആവർത്തന വിരസമായിട്ടുള്ള ഒരു അനുസ്മരണമല്ല. ഓരോ ആണ്ടുവട്ടത്തിലും കർത്താവ് എന്നോടും നിങ്ങളോടും ചോദിക്കുന്ന ചോദ്യങ്ങളുടെ, വെല്ലുവിളികളുടെ ഒരു തിരുമുഹൂർത്തമാണിത്. ഈ വെല്ലുവിളികൾക്ക്, ചോദ്യങ്ങൾക്ക് മറുപടി പറയാൻ നിങ്ങൾക്ക് കഴിയുന്നില്ലെങ്കിൽ എൻ്റെയും നിങ്ങളുടെയും പെസഹ ആചരണം അർത്ഥവത്തല്ലാത്ത, ആവർത്തന വിരസമായ ഒരനുഷ്ഠാനം മാത്രമായിരിക്കും. നമുക്ക് പ്രാർത്ഥിക്കാം. മേലങ്കി മാറ്റി കാലുകൾ കഴുകിയ കർത്താവിൻ്റെ കാൽപ്പാടുകൾ പിൻചൊല്ലാൻ, സാന്നിധ്യം കൊണ്ട് കൂട്ടിനിരുന്ന കർത്താവിൻ്റെ വലിയ മാതൃക പിൻചൊല്ലാൻ, ഞാൻ നിങ്ങൾ അനാഥരായിട്ട് വിടുകയില്ലെന്ന് പറഞ്ഞ കർത്താവിൻ്റെ മാതൃക പിന്തുടരാൻ, അല്ല തൻ്റെ സർവസ്വവും മുറിച്ചു കീറി അത് സഹോദരങ്ങൾക്ക് കൊടുത്തുകൊണ്ട് സഹോദരന് വേണ്ടി ജീവൻ കൊടുക്കുന്നതിനേക്കാൾ വലിയ സ്നേഹമില്ലെന്ന് നമ്മെ പഠിപ്പിച്ച കർത്താവിൻ്റെ മാതൃക നമ്മുടെ ജീവിത സാഹചര്യങ്ങൾ തുടരാൻ നമുക്ക് കഴിയട്ടെ. നമുക്ക് കർത്താവിനോട് പ്രാർത്ഥിക്കാം. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ഞാൻ ഇവിടുത്തെ കുട്ടികളുടെ കാല് കഴുകുമ്പോൾ അവരോട് പറയും, പൊന്നു മക്കളെ, നമ്മുടെ പള്ളിയിൽ നിന്ന് അച്ഛന്മാരൊന്നുമില്ല, നമ്മുടെ പള്ളിയിൽ നിന്ന് സിസ്റ്റർമാരും ഇല്ല. പിതാവ് നിങ്ങളുടെ കാല് മുത്തുമ്പോൾ പ്രാർത്ഥിക്കും, ഉറപ്പ്. കർത്താവെ, ഈ കുഞ്ഞുങ്ങളിലെ ദൈവവിളിയുടെ വിത്ത് പാകണേ എന്ന്. നമ്മുടെ വൈദികർക്ക് ധാരാളം കുറവുകളുണ്ട്, ഇല്ലെന്ന് ഞാൻ പറയുകയില്ല. ധാരാളം കുറവുകളുണ്ട്. നിങ്ങളുടെയൊക്കെ മനസ്സുകൾ നമ്മുടെ വൈദികരെ കുറിച്ച് ധാരാളം പരിമിതികളുണ്ട്. ഇവിടെ പരാജയങ്ങളെക്കുറിച്ചുള്ള നിങ്ങളുടെ മനസ്സിന്റെ നൊമ്പരങ്ങളുണ്ട്. നിങ്ങളെല്ലാ വൈദികർക്കും വേണ്ടി ഇത് പ്രത്യേകം പ്രാർത്ഥിക്കണം. നമ്മുടെ വൈദികരുടെ നന്മ കൊണ്ട് നമ്മുടെ അതിരൂപതയ്ക്ക് അനുഗ്രഹങ്ങൾ ഉണ്ടാകാൻ ദൈവം ഇടവരുത്തട്ടെ. ധാരാളം നല്ല ദൈവവിളികൾ കൊണ്ട് നമ്മുടെ അതിരൂപത ശക്തമാക്കാൻ, സമ്പന്നമാക്കാൻ നമുക്ക് പ്രാർത്ഥിക്കാം. ഞാൻ നിങ്ങൾക്ക് എല്ലാവർക്കും പെസഹ തിരുനാളിൻ്റെ ആശംസകൾ നേരുന്നു. ദൈവം നിങ്ങളെയും നിങ്ങളുടെ കുഞ്ഞുങ്ങളെയും നിങ്ങളുടെ കുടുംബങ്ങളെയും നിങ്ങളുടെ സർവ്വസങ്കടങ്ങളെയും ആവശ്യങ്ങളെയും അവശതകളെയും ഒക്കെ ഈ പരിശുദ്ധ കുർബാനയുടെ ഹൃദയത്തിൽ ഏറ്റെടുത്തുകൊണ്ട് അനുഗ്രഹിക്കാൻ ഈ വിശുദ്ധ ദിവസം ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. പരിശുദ്ധ വ്യാകുല മാതാവ് കരം തന്ന് നിങ്ങളെ വഴി നടത്തട്ടെ. ആമേൻ.